ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആണ്ടുവട്ടത്തിലെ 5-ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ 5-ാമത്തെ ഞായറാഴ്ച നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗങ്ങൾ. 1-ാമത്തെ വായന ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. ഉസിയ രാജാവിൻ്റെ കാലത്ത് ഏശയ്യാ പ്രവാചകൻ തൻ്റെ അകൃത്യങ്ങൾ മൂലം ഞാൻ പാപിയാണെന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറുമ്പോൾ കർത്താവിൻ്റെ സേറാഫ് വന്നുകൊണ്ട് ഒരു തീക്കട്ട തൻ്റെ നാവിൽ വെച്ചുകൊണ്ട് തന്നെ വിശുദ്ധീകരിക്കുക. അതിനുശേഷം എൻ്റെ ദൂതനാകാൻ ഇനി ആരുണ്ട് എന്ന ചോദ്യത്തിന് കർത്താവെ ഞാനുണ്ട്, ഇതാ ഞാനെന്ന് പറയുന്ന ഒരു ഏശയ്യാ പ്രവാചകനെ നമ്മൾ കാണുന്നുണ്ട്. ഇന്നത്തെ 2-ാമത്തെ വായനയിൽ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, അപ്പോസ്തലന്മാർക്ക് കിട്ടിയ അതേപോലെ ഒരു അനുഭവം തന്നെയാണ് എനിക്കും കിട്ടിയിരിക്കുന്നത്. കാരണം ഞങ്ങളെല്ലാവരും ഇന്ന് പ്രഘോഷിക്കുന്ന ഒരു ക്രിസ്തുവുണ്ട്. ആ ക്രിസ്തുവിൽ ഒരു വ്യത്യാസവുമില്ല. എല്ലാവർക്കും കിട്ടിയ അനുഭവത്തിൽ നിന്നും തന്നെ ഉണ്ടായ ഒരു ക്രിസ്തു പ്രഘോഷണം തന്നെയാണ് ഞാനും ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു പൗലോസ് അപ്പോസ്തലൻ. ഇന്ന് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളാണ്. കർത്താവ് തൻ്റെ ഏറ്റവും ആദ്യത്തെ ശിഷ്യന്മാരെ ഒരു തരത്തിൽ വിളിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത്. ഇന്ന് വചനത്തിൽ നമ്മൾ കാണുന്നത് കർത്താവ് ജനങ്ങൾക്ക് തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ ജനങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി കർത്താവ് ശ്രമിക്കുമ്പോൾ ജനക്കൂട്ടമുള്ളതുകൊണ്ട് താൻ ഒന്ന് വെള്ളത്തിലേക്ക് കയറി ഒരു വഞ്ചിയിൽ കയറിയിരിക്കുന്നത്, ശിമയോൻ്റെ വഞ്ചിയിൽ കയറിയിരിക്കുന്നതും ആ ശിമയോൻ്റെ വഞ്ചിയിൽ തന്നെ പോയിട്ട് മത്സ്യം പിടിക്കുന്നതും അത്ഭുതകരമായിട്ടുള്ളൊരു വലിയ മത്സ്യസമ്പത്ത് കിട്ടുകയും അതിനുശേഷം കർത്താവിൻ്റെ പിന്നാലെ വരുന്ന ശിഷ്യന്മാരെയുമാണ് നമ്മൾ കാണുന്നത്. ഇന്ന് ഈ സുവിശേഷത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ 3 കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏറ്റവും ആദ്യത്തേത്, വചനം പറയുന്നതനുസരിച്ച് രാത്രി മുഴുവൻ കഷ്ടപ്പെട്ടിട്ട് ഒന്നും കിട്ടാതിരുന്ന ആ ശിഷ്യന്മാർ അല്ലെങ്കിൽ ശിമയോനും ഒപ്പമുള്ളവർ, അവരുടെ വഞ്ചിയിലേക്കാണ് കർത്താവ് കയറിയിരിക്കുന്നത്. നഷ്ടത്തിലും പരാജയത്തിലും നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ വഞ്ചിയിലേക്ക് കയറി കർത്താവ് ഇരിക്കുന്നുണ്ട്. ആ കർത്താവ് ഇരുന്നതിന് ശേഷവും കർത്താവ് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ വലയെറിയുക. നഷ്ടത്തിൽ നിൽക്കാൻ, പരാജയത്തിൽ നിൽക്കുന്നവർ രാത്രി മുഴുവൻ അധ്വാനിച്ചതിന് ശേഷം അവരുടെ കഴിവ് മുഴുവനായിട്ടും ഉപയോഗിച്ചതിന് ശേഷം ഒന്നും കിട്ടിയില്ല. ഈ ഒരു ഫീൽഡിനോട്, മത്സ്യബന്ധത്തോട് ഒരു ബന്ധവുമില്ലാത്ത വെറുതെ ഒരു തച്ചൻ വന്നിട്ട് അവരോട് പറയുന്നു, ഇപ്പുറത്തെ വശത്തേക്ക് വലയിടുക. സാധാരണഗതിയിൽ അവരൊരിക്കലും, പരാജയത്തിൽ നിൽക്കുന്നവരൊരിക്കലും അങ്ങനത്തെ ഒരു അറ്റംപ്റ്റ് ചെയ്യില്ല. കാരണം കഴിവുള്ളവൻ അല്ലെങ്കിൽ എല്ലാം അറിയാവുന്നവൻ കഷ്ടപ്പെട്ടിട്ടൊന്നും കിട്ടാത്തത് പെട്ടെന്ന് എങ്ങനെ കിട്ടാനാണ്? ഞാൻ പറയും, അവിടെ അവർ കർത്താവിനോട് കാണിച്ച ഒരു വലിയ സ്നേഹമുണ്ട്, കർത്താവിൻ്റെ വാക്കിന് കൊടുത്ത വിലയുണ്ട്. അതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത്. ഇങ്ങനെ നഷ്ടത്തിലായിരിക്കുന്ന, പരാജയത്തിലിരിക്കുന്നവർ ഒരിക്കലും പ്രത്യാശ നഷ്ടപ്പെടാതെ കർത്താവിൽ വിശ്വസിച്ചതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് അവർക്ക് ലഭിച്ച അന്നത്തെ ആ വലിയ സമൃദ്ധി. ഇന്ന് നമ്മൾ ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എൻ്റെ ജീവിതത്തിൽ പരാജയങ്ങളുണ്ടാവും, എൻ്റെ കഴിവ് മാക്സിമം ഞാൻ ഉപയോഗിച്ചിട്ടും ഒരിടത്തും എത്താതെ പോകുന്ന സാഹചര്യങ്ങളുണ്ടാവും. ഇങ്ങനത്തെയൊക്കെ സാഹചര്യങ്ങളിൽ കർത്താവ് നമ്മളോട് എവിടെയോ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ദൈവവചനത്തിലൂടെ ആയിരിക്കും, ഒപ്പമുള്ളവരിലൂടെ ആയിരിക്കും. ഇങ്ങനെ പറയുന്ന ഒരു വാക്കുണ്ട്. കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് ആ വാക്കിന് വില കൊടുക്കുക. എൻ്റെ ബുദ്ധിക്കും അപ്പുറത്തേക്ക്, എൻ്റെ യുക്തിക്കും അപ്പുറത്തേക്ക് ആ കാര്യമാണെങ്കിൽ പോലും വിശ്വസിച്ചുകൊണ്ട് ആ കാര്യത്തിലേക്ക് പ്രവേശിക്കാൻ കർത്താവ് നമ്മളോട് പറയുന്നു, അത്ഭുതകരമായ സമൃദ്ധി ഞാൻ നിങ്ങൾക്ക് തരും. കാരണം അത്രത്തോളം പരാജയപ്പെട്ടവർക്ക് മാത്രമാണ് അത്രത്തോളം വിശ്വാസമുണ്ടാവുള്ളൂ. അത്രത്തോളം വിശ്വാസമുണ്ടായാൽ മാത്രമേ അത്രത്തോളം വലിയ ഒരു സമൃദ്ധി, അനുഗ്രഹവും അടയാളവും ഒരു വലിയ അത്ഭുതവും സാധിക്കുകയുള്ളൂ. ആദ്യത്തെ കാര്യം അതാണ്. 2-ാമത്തെ കാര്യം, കർത്താവ് ഈ ഒരു അത്ഭുതം ചെയ്തതിന് ശേഷം, ഇങ്ങനെ മത്സ്യത്തിൻ്റെ ഒരു വലിയ സമൃദ്ധി കിട്ടിയതിന് ശേഷം പത്രോസ് ഭയങ്കരമായിട്ട് കുറ്റബോധത്തോടെ കർത്താവിനോട് പറയുന്നുണ്ട്, കർത്താവ് എന്നെ വിട്ട് ഉപേക്ഷിച്ച് പോകണേ, കർത്താവ് ഞാൻ പാപിയാണ്, എന്നെ വിട്ടു പോകണമേ. ഏശയ്യാ പ്രവാചകൻ പറയുന്ന അതേ ഒരു കാര്യം തന്നെയാണ് ഈ പത്രോസും പറയുന്നത്. അവിടെ കർത്താവ് പത്രോസിനോട് പറയുന്നൊരു കാര്യമുണ്ട്, ഭയപ്പെടേണ്ട, ഇനി മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവരായി തീരുമെന്ന് പറയും. ഇനി മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവരായിട്ട് തീരും. ഞാൻ പറയും, ഇവിടെയാണ് 2-ാമത്തെ ഒരു കാര്യം. കർത്താവ് ആ നിമിഷം പത്രോസും കാണുന്നതെന്നാണ്, തൻ്റെ ഒരു ആക്ച്വാലിറ്റിയാണ്. ഞാൻ ആക്ച്വലായിട്ടൊരു പാപിയാണ് എന്ന് കർത്താവിൻ്റെ മുമ്പിൽ ഏറ്റു പറയുന്നൊരു പത്രോസ് നമ്മൾ കാണുന്നത്. പക്ഷേ കർത്താവ് പത്രോസിനോട് പറയുന്നത്, നീ ഇപ്പോൾ ആയിരിക്കുന്ന ഈ ആക്ച്വാലിറ്റി അല്ല, അതിനപ്പുറത്തേക്ക് നിനക്കൊരു വലിയ പൊട്ടൻഷ്യാലിറ്റി ഉണ്ട്. നിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വളരെയാണ്. നീ എന്തായി തീരുമോ എന്ന് പറയുന്നത് വളരെ വലുതാണ്. കർത്താവ് ആ ഒരു പൊട്ടൻഷ്യാലിറ്റി കണ്ടിട്ടാണ് കർത്താവ് പറയുന്നത്, നീ ഇപ്പോൾ പാപിയായിരിക്കും, പക്ഷേ ഭയപ്പെടേണ്ട, നീ മനുഷ്യരെ പിടിക്കുന്നവരായിട്ട് മാറും. അതുകൊണ്ട് തന്നെയാണ് അന്ന് മീൻ പിടിച്ചുകൊണ്ട് നിരന്നിരുന്ന ആ മുക്കുവനായ പത്രോസ്
ഇന്ന് സഭയുടെ പിതാവായിട്ട് മാറുന്നത്. നമ്മളിന്ന് രണ്ടാമത്തെ വായനയിൽ കാണുന്നൊരു കാര്യമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നൊരു കാര്യം എന്താണ്? എനിക്ക് അപ്പോസ്തലന്മാരെ പോലെ അങ്ങനെ വലിയൊരു കർത്താവിൻ്റെ ഒപ്പം ജീവിക്കാനുള്ളൊരു വലിയ അനുഗ്രഹം എനിക്ക് ലഭിച്ചിട്ടില്ല. പക്ഷെ എന്നാൽ പോലും എനിക്കും കർത്താവായിട്ടുള്ളൊരു എൻകൗണ്ടർ ഉണ്ടായിട്ടുണ്ട്. ഞാനും കർത്താവിനെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ആ കർത്താവ് എന്നെ കണ്ടത് ഞാൻ എന്തായിരുന്നു എന്നതിലല്ല, ഞാൻ എന്തായി മാറും എന്നതിലാണ്. അതുകൊണ്ട് തന്നെ പറയുന്നത്, ഞാൻ പ്രഘോഷിക്കാമെന്ന ക്രിസ്തുവിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ക്രിസ്തുവിനെ പ്രഘോഷിക്കുമെന്നതിനെക്കുറിച്ച് ക്രിസ്തുവിന് വ്യക്തമായിട്ടുള്ള ബോധ്യമുള്ളതുകൊണ്ടാണ് കർത്താവ് എന്നെ കണ്ടുമുട്ടിയത്, അല്ലെങ്കിൽ എനിക്ക് കർത്താവിനെ കണ്ടുമുട്ടാൻ സാധിച്ചതെന്ന് പറയുന്ന ഒരു പൗലോസ് അപ്പോസ്തലനുണ്ട്. അതന്നെ രണ്ടാമത്തെ ഒരു പോയിൻ്റ് ഇതാണ്. നമ്മുടെ ഈ ആക്ച്വാലിറ്റി അല്ല, ഞാനിപ്പോൾ എന്തായിരിക്കുന്നു എന്നല്ല, മറിച്ച് കർത്താവ് നമുക്ക് വേണ്ടി ഒരു വലിയൊരു വിഷൻ കണ്ടുവച്ചിട്ടുണ്ട്. കർത്താവ് നമ്മളുടെ ഒരു പൊട്ടൻഷ്യാലിറ്റി കർത്താവ് കണ്ടിട്ടുണ്ട്. കർത്താവ് പറയുന്നൊരു കാര്യം അതാണ്, ഇന്ന് നീ ആയിരിക്കുന്നതിലല്ല, പക്ഷെ നിനക്കാകാൻ സാധിക്കുന്നതിലേക്ക് നടക്കാൻ നീ സന്നദ്ധനായിരിക്കണം. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് വചനത്തിൽ വളരെ മനോഹരമായിട്ട് ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത്രയും വലിയ എണ്ണത്തിൽ ഒട്ടും അവർക്ക് എണ്ണിത്തിട്ടപ്പെടാൻ പറ്റാത്തത്രയും അധികം സമൃദ്ധിയിൽ മത്സ്യം ലഭിച്ചെന്നാണ് പറയുന്നത്. ആ വല കീറുമോളം ഇത്രത്തോളം മത്സ്യം ലഭിച്ചതിന് ശേഷം പത്രോസും ഒപ്പമുള്ളവരെന്താ ചെയ്തത്? അത് ഞാൻ പറയും വളരെ പ്രസക്തമാണ്. അവരിതെല്ലാം ഉപേക്ഷിച്ചിട്ട് കർത്താവിൻ്റെ പിന്നാലെ വന്നു. എല്ലാം ഉപേക്ഷിച്ച് കർത്താവിൻ്റെ പിന്നാലെ വന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കർത്താവ് അവരെ കാണുന്ന സമയത്ത് അവർ പരാജയത്തിലാണ്, അവർ സങ്കടത്തിലാണ്, ദുഃഖത്തിലാണ്. പരിശ്രമങ്ങളും കഴിവുകളും എല്ലാം നഷ്ടത്തിലായിപ്പോയ, ഒന്ന് നിഷ്ഫലമായി മാറിയ നിമിഷത്തിലാണ് അവർ കർത്താവിനെ കാണുന്നത്. ആ കർത്താവ് അവർക്ക് വലിയൊരു സമൃദ്ധി നൽകിയപ്പോൾ, ഒരു അനുഗ്രഹം നൽകിയപ്പോൾ, ആ അനുഗ്രഹത്തിന് പിന്നാലെ അവർ പോയില്ല. ആ അനുഗ്രഹം ഉപേക്ഷിക്കാനുള്ളൊരു മനസ്സ് അവർക്കുണ്ട്. ഞാൻ പറയുന്നത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നതാണ്. നമ്മൾ പലപ്പോഴും ബുദ്ധിമുട്ടിലും പ്രയാസത്തിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ അടുത്ത് പോകാൻ നമ്മൾ വളരെയധികം ശുഷ്കാന്തി കാണിക്കാറുണ്ട്. ഒരു നിയോഗം മനസ്സിലുള്ളപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 9 ദിവസത്തെ നൊവേന, പല ദിവസങ്ങൾ ഉപവാസം, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ ഈ അനുഗ്രഹം കിട്ടിയതിന് ശേഷം നമുക്ക് കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ സാധിക്കുന്നുണ്ടോ? വലിയ ചോദ്യമാണ്. അനുഗ്രഹം കിട്ടിയതിന് ശേഷം പലപ്പോഴും നമ്മളെവിടെയോ നമ്മുടെ ആ അനുഗ്രഹത്തെ ആസ്വദിക്കാനുള്ള തിരക്കിലായി പോകാറുണ്ട്. കർത്താവ് ഇന്ന് നമ്മൾ ഓർമ്മപ്പെടുന്നൊരു കാര്യം, വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന, പത്രോസിൻ്റെ മാതൃക നമ്മളെ ഓർമ്മപ്പെടുത്തുന്നൊരു കാര്യം, അനുഗ്രഹം കിട്ടിക്കോട്ടെ, പക്ഷേ ആ അനുഗ്രഹത്തോട് പിടിച്ചു നിൽക്കാതെ കർത്താവിൻ്റെ പിന്നാലെ വരാൻ വേണ്ടി ശ്രമിക്കാം. ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്കൊരു കുഞ്ഞ് കിട്ടി, ആ കുഞ്ഞിൻ്റെ ഒപ്പമായിരിക്കാതെ ആ കുഞ്ഞിനെ കർത്താവിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട്. എനിക്ക് വലിയൊരു പ്രോജക്റ്റ് കിട്ടി, എനിക്ക് കുറേയധികം സമ്പത്ത് കിട്ടി, എനിക്ക് കുറച്ചധികം കാശ് കിട്ടി, ഞാൻ ആ കാശിനോട് ചേർന്ന് നിൽക്കാതെ ആ കാശിലൂടെ കർത്താവിനെ ഒന്ന് അനുഗമിക്കാൻ വേണ്ടിയിട്ട്, കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പരിശ്രമിക്കണം. കർത്താവ് ആവശ്യപ്പെടുന്ന, അല്ലെങ്കിൽ വചനം നമ്മളോട് കാണിച്ചു തരുന്ന ഒരു മാതൃക തന്നെയാണ്. എനിക്ക് കിട്ടിയ അനുഗ്രഹത്തെ ചേർത്ത് പിടിക്കാതെ അനുഗ്രഹിച്ചവനെ പിന്നാലെ പിന്നെയും പോകാൻ വേണ്ടിയിട്ട്. ആവശ്യമുള്ളപ്പോൾ മാത്രമല്ല കർത്താവിൻ്റെ അടുത്ത് പോകുന്നത്, ആവശ്യം നിറവേറി കഴിയുമ്പോഴാണ് കൂടുതൽ നന്ദിയോടുകൂടി കർത്താവിൻ്റെ പിന്നാലെ പോകേണ്ടതെന്നുള്ള മാതൃക ഇന്ന് നമുക്ക് സുവിശേഷത്തിൽ കാണുന്നുണ്ട്. ഇന്ന് ഈ വചനങ്ങളെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കുമ്പോൾ 3 കാര്യങ്ങളെക്കുറിച്ച് ഒന്നും കൂടി ഓർത്ത് വെക്കാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഗ്രഹത്തിൻ്റെ പിന്നാലെ മാത്രമാണ്, എൻ്റെ ഉദ്ദേശം അനുഗ്രഹങ്ങൾ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് അനുഗ്രഹിച്ച ദൈവത്തിൻ്റെ പിന്നാലെ നന്ദിയോടുകൂടി പോകാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നുണ്ട്. രണ്ടാമത്തേത്, എൻ്റെ ജീവിതത്തിൽ നഷ്ടങ്ങളായിരിക്കുന്ന സമയത്തൊക്കെ കർത്താവ് വരുന്നുണ്ട്. ആ കർത്താവിനോട് ഞാനൊരു സന്നദ്ധത കാണിക്കുന്നുണ്ടോ? വിശ്വാസത്തോടുകൂടെ കർത്താവ് വചനത്തിലോട് പറയുന്നതോ, അല്ലെങ്കിൽ എൻ്റെ ഒപ്പമുള്ളവരിലൂടെ എന്നോട് സംസാരിക്കുന്ന വാക്കുകൾക്ക് വില കൊടുത്തുകൊണ്ട് ഞാൻ ആ കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ? മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ കർത്താവ് എന്നോട് പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയല്ല, മറിച്ച് എനിക്കാകാൻ പറ്റുന്നൊരു വലിയൊരവസ്ഥയുണ്ട്. കർത്താവ് കാണുന്നൊരു വലിയ പൊട്ടൻഷ്യാലിറ്റി, അതിലേക്ക് എത്തിച്ചേരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ടോ? ഇന്ന് ഈ വചനങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാം, എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന്. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.